മിക്കവാറും അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈം ഈ സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ പിന്നിലേക്ക് വലിക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമാണ്. തോറ്റുപോകുമോ എന്നുള്ള ഭയം. ഇത്രയും സമയം അല്ലെങ്കിൽ പണം, എനർജി, നമ്മുടെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. പക്ഷെ ആ പരീക്ഷ നമ്മൾ തോറ്റുപോയാൽ എന്ത് ചെയ്യും? ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരു ഭയം. അത് വരുമ്പോൾ സ്റ്റഡീസിലുള്ള നമ്മുടെ ഫോക്കസ് മാറും, നമ്മുടെ കോൺസെൻട്രേഷൻ വ്യതിചലിക്കും, എക്സാം ഹോൾ സ്ട്രെസ് കൂടി കിട്ടാനുള്ള മാർക്ക് പോലും നഷ്ടമാവും. സോ വാട്ട് ഇഫ് വി ഫെയിൽ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടെ പ്രൊഡക്റ്റീവായി പഠിക്കാൻ പറ്റും. ഈ പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നൊക്കെ പണ്ട് തൊട്ടുള്ള ക്ലീഷേ ഡയലോഗാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. സെൽഫ് റിഫ്ലക്ഷൻ ഇമ്പോർട്ടൻ്റ്. ഇപ്പം നിങ്ങൾ കുട്ടിക്കാലത്ത് നടക്കാൻ പഠിച്ചൊരു സമയത്ത് എത്രയോ പ്രാവശ്യം മറിഞ്ഞടിച്ച് വീണിട്ടുണ്ട്. പക്ഷെ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, ഞാൻ നടന്നാൽ ഞാൻ വീഴും, നടക്കാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉരുണ്ടടിച്ച് വീഴുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നടക്കുന്നില്ല എന്നൊരു തീരുമാനം നിങ്ങൾ പണ്ട് എടുത്തിരുന്നെങ്കിൽ, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ, നിങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കില്ല. കാര്യം നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു പക്ഷെ ചില മിസ്റ്റേക്സ് പറ്റും, നമ്മൾ വീഴും. പക്ഷെ വീഴ്ച എന്ന് പറയുന്നത് തോൽവിയല്ല. വീണിടത്ത് നിന്നും എഴുന്നേക്കാതിരിക്കലാണ് തോൽവി എന്ന് പറയുന്നത്. വീഴും എഴുന്നേക്കും, വീഴും എഴുന്നേക്കും, വീഴും എഴുന്നേക്കും. ഈ ഫ്രസ്ട്രേഷൻ കൂടി ആത്മഹത്യ ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു സ്പീഷീസ് മനുഷ്യനാണ്. ഇപ്പോൾ ഇരപിടിക്കാൻ പോയി, ഇരയെ കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു സിംഹവും ഇതുവരെ ആത്മഹത്യ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഈ ഫ്രസ്ട്രേഷൻ, നിരാശ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ഇൻസെക്യൂരിറ്റി മൂലം ജീവിതം നശിപ്പിക്കുന്ന മറ്റൊരു സ്പീഷീസ് ഉള്ളത് ഹ്യൂമൻ ബീങ്സ് മാത്രമാണ്. ബിക്കോസ് നമ്മൾ കുറെയൊക്കെ ഇമോഷണൽ ആണ്. ഇമോഷന് മുകളിൽ നമുക്കൊരു കൺട്രോൾ വേണം, എസ്പെഷ്യലി വെൻ യു പ്രിപ്പയറിംഗ് ഫോർ എക്സാംസ്. ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പക്വത കാണിക്കണം. ഈ പക്വത കാണിക്കുന്നതാണ് നമ്മൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത്, അല്ലാതെ ബുദ്ധി കൂടിയിട്ടല്ല. ഞാൻ പല വിദ്യാർത്ഥികളും കണ്ടിട്ടുണ്ട്, എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആയിട്ടുള്ള പല വിദ്യാർത്ഥികളും ഈ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രം എക്സാംസിൽ പൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ശരാശരി, ഒരു ആവറേജ് വിദ്യാർത്ഥി, അയാൾ ഇമോഷണലി നല്ല സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ആ എക്സാം ക്ലിയർ ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ബിക്കോസ് കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ അത് നമ്മുടെ ക്യാരക്ടർ, വ്യക്തിത്വത്തിന്റെ കൂടെ പരീക്ഷയാണ്. ഇത്രയും ആൾക്കാർ പങ്കെടുക്കുന്നു. യൂണിവേഴ്സിറ്റി എക്സാം പോലെ ഒരു മിനിമം കട്ട് ഓഫ് മാർക്ക് കിട്ടിയാൽ എല്ലാവർക്കും ജയിക്കാൻ ഒക്കില്ല. നല്ല കോമ്പറ്റീഷൻ ആണ്. ഇവിടെ ടൈം മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ്, നമ്മുടെ റെസിലിയൻസ്, ഇതെല്ലാം ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലെത്ത ഒരു സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ ഇത് ഉറപ്പിക്കുക. തോൽക്കുമോ എന്നുള്ള ഭയത്തിനേക്കാൾ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ജയിക്കണം എന്നുള്ള വാശിക്കാണ്. വാശി എന്ന് പറയുന്ന വാക്കിന് പോസിറ്റീവായ അർത്ഥമുണ്ട്. ജയിക്കണം 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 എന്നൊരു വാശി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു വാശി. ആ വാശി ടോപ്പിൽ വെക്കുക, തോറ്റുപോകുമോ എന്നുള്ള ഭയം താഴെ വെക്കുക. ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴും വിഷ്വലൈസ് ചെയ്യുമ്പോഴൊക്കെ ഈ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻജെക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. സബ് ആയിട്ടും കോൺഷ്യസ് ആയിട്ടും ഒക്കെ ഇൻജെക്ട് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പഠന നിലവാരം മാറി മറിയും. ഓൾ ദി ബെസ്റ്റ്.